മാലിന്യത്തിനും വില കൂടിയിരിക്കുകയാണ് കേരളത്തിൽ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലക്കയറ്റമാണ്. നമ്മൾ പറയാറുള്ളത് അങ്ങനെയാണ്. ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വിലയാണെന്നാണ് പറയാറ്. നമ്മുടെ സ്വർണത്തിൻ്റെ കാര്യം പറയണ്ട, അത് ദിവസം പ്രതിയല്ല നിമിഷം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് മാലിന്യം. നമ്മളെല്ലാം ഉപയോഗിച്ച് കളയുന്നതാണ്. ഇപ്പോൾ മാലിന്യത്തിനും വില കൊടുക്കണം എന്ന് മാത്രമല്ല, ആ വില കൂടിയിരിക്കുകയാണ്. മാലിന്യത്തിലും വിലക്കയറ്റം. എന്താ മാഷിന് എന്താ പറയാനുള്ളത്? അത് ഞാൻ കണ്ടു, വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ട സംഗതിയാണ്. പക്ഷേ സീരിയസ് ആയൊരു അംശം അതിനകത്തുണ്ട്. മാലിന്യം കേരളത്തിൻ്റെ ഒരു വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിൽ ഈ ഇടയ്ക്കൊന്നും തുടങ്ങിയ തലവേദനയല്ല, ഒരുപാട് നാളായി, വളരെ കാലമായി തുടങ്ങിയിട്ട്. മാത്രമല്ല അതിനെ മാനവികമായുള്ള പരിഹാരം, ഈ നമ്മൾ പറയുന്ന ഹ്യൂമൻ വേസ്റ്റ് എന്നുള്ള ഉണ്ടല്ലോ, മനുഷ്യ മാലിന്യമാണല്ലോ ഈ പ്രധാനപ്പെട്ട മാലിന്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തീരുമാനം എടുത്തുള്ളത് അജൈവ മാലിന്യങ്ങൾ രണ്ടും ഉണ്ട്. നമ്മൾ വീടുകളിൽ നിന്ന് പുറന്തള്ളുന്ന ഈ പറയുന്ന എന്താ പറയണ്ടേ, നമ്മൾ വിസർജ്യ വസ്തുക്കളല്ല, അല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഭക്ഷ്യമാലിന്യത്തിന്റെ പക്ഷേ ഇന്ന് പ്രസിദ്ധീകരിച്ച താരിഫ് അജൈവ മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങളെ അത് ആയിരുന്നു നമ്മുടെ ഒരു വലിയ തലവേദന. കാരണം മറ്റേതിപ്പോ വഴിയിലിട്ടാലും 2 ദിവസം മണത്താലും മണ്ണിൽ പോയിക്കോളൂ, അലിഞ്ഞു പോവുമല്ലോ. ഇതല്ലല്ലോ. ഇതാണ് യഥാർത്ഥ മാലിന്യം എന്ന് പറയുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്ന, മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കൂട്ടിയ അജൈവ മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ. അതിൻ്റെ റേറ്റാണ്. അതിൻ്റെ റേറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് പഞ്ചായത്തിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടിൽ നിന്ന് 50 രൂപ, ഒരു പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 70, കോർപ്പറേഷനിലാവുമ്പോൾ 100, അതായിരുന്നു. അപ്പോൾ അത്ര ഉണ്ടാവുള്ളൂ കാരണം എന്നാണുള്ളൊരു കണക്ക്. പക്ഷേ ഇതിൽ ഞെട്ടിക്കുന്നൊരു കാര്യം, ഇപ്പോൾ സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ആരൊക്കെയോ പരാതിപ്പെട്ടിരിക്കുന്നു, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ ക്വാണ്ടിറ്റി അല്ല എന്ന് വെച്ചാൽ അജൈവ മാലിന്യങ്ങളുടെ വലിയ ക്വാണ്ടിറ്റി വരികയാണ്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അറിയോ? ഒരു പ്രധാനപ്പെട്ട കാരണം, മനുഷ്യൻ ഭക്ഷിക്കുന്ന ഫുഡ് പോലും പാക്ക് ചെയ്ത് വരികയാണ്. അടുക്കള വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ കറി പൗഡറും പൊടിയും മാത്രമല്ല, അരിമാവ് തൊട്ട് അരി, ഗോതമ്പ്, ദോശമാവ്, പുട്ടുപൊടി എല്ലാം പാക്കറ്റ് വരികയാണല്ലോ. അതുകൊണ്ട് വീട്ടിനകത്ത് പണ്ട് ചെയ്തിരുന്ന പണികളൊക്കെ മനുഷ്യന് സ്വമേധയാ ചെയ്തിരുന്ന, പാക്കറ്റിലാക്കാതെ ചെയ്യാമായിരുന്ന, ചട്ടിയിലോ കൊട്ടയിലോ എടുത്ത് ചെയ്യാമായിരുന്ന എല്ലാം ഇപ്പോൾ പാക്കറ്റിലാണ്. അപ്പോൾ മനുഷ്യന് ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു വിവരം ഇതിനകത്തുള്ള ആദ്യത്തെ കാര്യം അതാണ്. ഇവർ ഒരു 100 രൂപ ഒരു മാസത്തിൽ കൊടുത്താൽ, ഒരു വീട്ടിൽ നിന്ന്, ഒരു കോർപ്പറേഷൻ പരിധിയിൽ 100 രൂപ കൊടുത്താൽ തീരുമായിരുന്ന മാലിന്യം, അത് പോരാ എന്ന് ഹരിതകർമ്മസേന വ്യാപകമായി പരാതിപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ബേസിക് താരിഫിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ കോർപ്പറേഷനുകളിലാണ് പരിധിയിലാണ് ഏറ്റവും കൂടുതൽ പരാതി വന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് 5 ചാക്ക് വരെ നിങ്ങളൊരു മാസം എടുത്തോ, അതിന് 100 രൂപ മതി. അതിനപ്പുറത്തേക്ക് 5-ൽ കൂടുതൽ ഓരോ ചാക്ക് കൂടുമ്പോഴും അതിന് 100 രൂപ വെച്ച് വാങ്ങണം, ഓരോ ചാക്കിന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ എത്രയായിരിക്കും ഒരു വീട്ടിൽ നിന്നൊക്കെ മാലിന്യം വരുന്നത്? മാഷിപ്പം പറഞ്ഞതിനകത്ത് എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ. ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആളാണ്, ഇപ്പോൾ ഇവിടെ എറണാകുളത്താണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മാലിന്യം എടുക്കുന്നുണ്ട്. ഒരു മാസം ജൈവ മാലിന്യവും അജൈവ മാലിന്യവും കൂടി ശേഖരിക്കുന്നതിന് ഈ പറഞ്ഞതുപോലെ ജൈവ മാലിന്യത്തിന് 300 രൂപയും അജൈവ മാലിന്യത്തിന് 100 രൂപയുമാണ് വാങ്ങുന്നത്. ജൈവ മാലിന്യത്തിന് കൂടുതലാണ്. കാരണം അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ അജൈവ മാലിന്യം എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ കാണുമ്പോൾ ജൈവ മാലിന്യത്തിൻ്റെ കാര്യം കൂടി പറയേണ്ടത്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഇതിനേക്കാൾ അതാണ്. പക്ഷേ അതിന്റെ താരിഫ് ഇവർ പറഞ്ഞിട്ടില്ല, പുതുക്കിയിട്ടില്ല. അത് ഭാവിയിൽ പുതുക്കും. ഇത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലേ അവർ എടുക്കുകയുള്ളൂ, എല്ലാ ദിവസവും എടുക്കില്ല. അപ്പം 4 ആഴ്ചയിൽ ഈ പറഞ്ഞതുപോലെ 4 ചാക്ക് അല്ലെങ്കിൽ 5 ചാക്ക്. ഈ 5 ചാക്കിൽ, അതിപ്പം ഞങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി പ്ലാസ്റ്റിക്കൊക്കെ കുറച്ച് വാങ്ങാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ പിന്നെ തീരെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ കവർ പാല് വാങ്ങാൻ പോയാൽ നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ പരമാവധി കുറച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്നെയും നമുക്കിത് ഈ പറഞ്ഞതുപോലെ ഓരോ ആഴ്ചയിലും
ഒരു വലിയ അളവിൽ മാലിന്യം വരികയാണ്. അതെ അതെ, നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മാത്രമല്ല, സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് ഇതിൻ്റെ പാകപ്പിഴ, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇതിനെ പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും ജനങ്ങളും നടത്തണം, സർക്കാരും നടത്തണം. ഇപ്പോൾ പറഞ്ഞതുപോലെ 4 ചാക്ക് 5 ചാക്ക്, ഈ ചാക്ക് എന്നുള്ളത് ഏത് തരത്തിലുള്ളതാണ്, വലിയ ചാക്കാണോ ചെറിയ ചാക്കാണോ, ഇതൊന്നും അളവൊന്നും വ്യക്തമായിട്ട് ഇതിൽ പറയുന്നില്ല. അല്ല, ചാക്ക് എനിക്ക് തോന്നുന്നു ഇതിനൊരു സ്റ്റാൻഡേർഡ് ചാക്കുണ്ട്. ഹരിതസേനക്കാർ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു വീടുകളിൽ. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കില്ല. അത് ഈ നമ്മുടെ ജൈവമാലിന്യം കളക്ട് ചെയ്യുന്നതിനാണ് അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഒരു ചെറിയ ബക്കറ്റ്, ഒരു പച്ച ബക്കറ്റാണ്. ആ ബക്കറ്റിനകത്ത് നമ്മുടെ വേസ്റ്റ് ഒരു പ്രിന്റഡ് ചാക്കില്ലേ? ഇല്ല, അങ്ങനെ പ്രിന്റഡ് ചാക്ക് ചില പഞ്ചായത്തുകൾ കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾക്കത് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ, എത്രയോ വർഷങ്ങളായി. അതേസമയം ഇതുണ്ട്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഇതിനകത്ത് ജൈവ മാലിന്യം തട്ടി, ഫുഡ് വേസ്റ്റ് മെയിനായിട്ട് തട്ടി വെക്കുന്നു. അതിനകത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇടരുത്, തലമുടി വീഴരുത്. കാരണം ഇത് ഏതോ ഈ പ്രോസസ്സ് ചെയ്ത് ഏതോ ഫാമിലേക്ക് ഭക്ഷണ സാധനങ്ങളായിട്ട് കൊടുക്കാനാണ്. ഏതോ എനിക്ക് തോന്നുന്നത് പശു ഫാമോ പന്നിയുടെ ഫാമോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് മണ്ണുണ്ടാകരുത്, ഇതൊന്നും ഉണ്ടാകരുതെന്ന് അവർ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ അവർ വരുന്നു, എല്ലാ ദിവസവും വരുന്നു, ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും വരും. ഈ മാലിന്യം എടുക്കും, ഈ ബക്കറ്റിലെ മാലിന്യം അവരൊരു വലിയ ഇത് കൊണ്ടുവന്ന് ആ പാത്രത്തിലേക്ക് തട്ടി അവർ കൊണ്ടുപോകും. ഒപ്പം എല്ലാ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയും ആയിരിക്കും ഈ പ്ലാസ്റ്റിക് എടുക്കുന്നത്. അത് ഓരോ ഏരിയ തിരിച്ച്, ഓരോ റെസിഡൻസ് അസോസിയേഷൻ തിരിച്ച് അവരോരോ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വാർഡിലെ ഇപ്പം കോർപ്പറേഷൻ ആണെങ്കിൽ പറഞ്ഞ പോലെ വാർഡാണല്ലോ, ആ വാർഡിലെ മാലിന്യം എല്ലാം എടുത്തുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ പ്രത്യേക വണ്ടി വരും. ആ വണ്ടിയിൽ ഇത് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ഇതാണ് സംവിധാനം. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ 5 ചാക്ക് മാലിന്യമായാൽ അതിന് ഇപ്പം 100 രൂപ പ്ലാസ്റ്റിക്കിന് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ 1000 കൊടുക്കേണ്ടി വരും. അല്ല, 5 ചാക്കായാൽ 200 കൊടുക്കേണ്ടി വരും. 100ന്റെ കൂടെ ഒരു ചാക്കിന് 100 രൂപ. അപ്പോൾ ചാക്കിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പണം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മാലിന്യം എന്നതേ മനുഷ്യന്റെ വ്യക്തിയുടെ മാലിന്യം സംസ്കരിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് എന്നാണല്ലോ. അങ്ങനെ ഒരു ചിന്ത മലയാളിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇതിലിപ്പോൾ ആലോചിക്കാവുന്ന കാര്യം, നമ്മളെ വിനോദ് സാർ പറയാറുണ്ട്, അദ്ദേഹം ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി ഏതെങ്കിലും ഫാമിലേക്ക് കൊടുക്കുന്നതിന് പകരം അത് വളമായി തീരുന്ന ഒരു ചെടി അവനവൻ്റെ മുറ്റത്ത് നട്ടാൽ ഒന്നോ അതിലേറെ അങ്ങനെയായിരുന്നു നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിച്ചു. നമ്മളൊക്കെ വീട്ടിൽ എൻ്റെ ഈ അടുത്ത കാലം വരെ, അതായത് ഞാനിപ്പം പുതിയൊരു വീട് വെച്ച് മാറിയപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്, അമ്മയുടെ കുടുംബ തറവാടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അമ്മയും അമ്മയുടെ അനുജത്തിക്കുമാണ് ഇതിൻ്റെ ഷെയർ 5-5 സെൻറ്റ് വീതം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ പറമ്പുണ്ടായിരുന്നു. ഈ 10 സെൻറ്റിൽ വീട് ഇരിക്കുന്നതല്ല, 10 സെൻറ്റിലും വീടങ്ങ് നിറഞ്ഞിരിക്കുകയല്ലോ. വീടുണ്ട്, അടുക്കള കഴിഞ്ഞാൽ പിന്നെ മുറ്റമുണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ എന്താ പറയുക, കാടി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാടിയുണ്ട്, കാടിവെള്ളം ഈ ഒരു പാത്രത്തിൽ ഈ വരുന്ന വേസ്റ്റ് ജൈവ അതെങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ട് ഒരു ഇതും ചേരാതെ, ഈ പറയുന്ന പോലെ മണ്ണോ മുടിയോ ഒന്നും ചേരാതെ ഇതിടും. ഇത് ഞങ്ങളുടെ ആ ഏരിയയിൽ തന്നെ പശുവിനെ വളർത്തുന്നവരുണ്ട്. ഇവർ ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ചില ബന്ധുക്കളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. ഇവരാരെങ്കിലുമൊക്കെ ഒന്ന് ഒരു വീട്ടിൽ പശുവിനെ വളർത്തി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാൽ അവർ നിർത്തും, പിന്നെ വേറൊരു വീട്ടിലായിരിക്കും വളർത്തുന്നത്. അപ്പോൾ ഇവരെല്ലാം വന്ന് എന്തെന്ന് വെച്ചാൽ ഈ കാടി എടുത്തുകൊണ്ട് പോകും. അവരൊരു വലിയ പാത്രമായിട്ട് വരും, നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് കാടി കൊണ്ടുപോകും. ഞങ്ങളൊക്കെ പലരും പാല് വാങ്ങുന്നത് ആ വീടുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. ഈ ജൈവ മാലിന്യം നമുക്ക് വലിയ തലവേദനയായിരുന്നില്ല. അതെ, അതാണ് ഒന്ന്, അത് തിരിച്ചു പിടിക്കണം. അപ്പോൾ ഈ വിനോദ് സാർ പറയുന്ന മറ്റത്തെ ഈ കംപ്ലീറ്റ് ഇത് ഈ വളത്തിന്റെ കാര്യം വളരെ ശ്രദ്ധേയമായൊരു മുറ്റം ടൈൽസ് ഇടുകയും ഇന്റർലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ ഏറ്റവും ചുരുങ്ങിയത് കലാപരമായിട്ട് 4 മൂലക്കെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു തൈ, ഏതെങ്കിലും ഒരു തൈ, വാഴയായാൽ പോലും അത് ഉപകാരപ്പെടുമല്ലോ. അതിന്റെ മൂട്ടിലിട്ടാൽ ഇത് ഈ ചെടി ഇതിനെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഏറ്റവും നല്ല മാർഗ്ഗം. ഇത് മണ്ണുമായിട്ട് ചേർന്ന് പെട്ടെന്ന് വളമായി മാറും. അതാണ് ഒരു വഴി. രണ്ടാമത്തെ മാർഗം, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മാലിന്യങ്ങൾക്ക് വില കൂടുമ്പോൾ ജീവിത ചെലവിനെയും നമ്മുടെ ബജറ്റിനെയൊക്കെ ബാധിക്കും. ചെറിയ വരുമാനക്കാരെ പ്രത്യേകിച്ചും അവർക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ അവരിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരാൻ പോകും. അവര് അടിയന്തരമായി ചെയ്യേണ്ടത് ചെറിയ കൊച്ചുഭൂമി 2-3 സെന്റ് സ്ഥലമാണെങ്കിൽ പോലും
ഉള്ള മുറ്റത്ത് മൂന്നാല് ഫലവൃക്ഷങ്ങളെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ട് അതില്ലാത്തടത്ത് തീർച്ചയായിട്ടും ആളുകൾക്ക് ആ ബോധം ഉണ്ടാകും. ഒരു മാർഗ്ഗം അതാണ്. അജൈവ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് ഒഴികെയുള്ളതൊക്കെ വീട്ടിൽ തന്നെ കത്തിച്ച് കളയാനുള്ള സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് മാത്രമായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു പക്ഷേ ഒരു മിനിമം വാടക കൊടുത്തു കഴിഞ്ഞാൽ ഇത് പണം മാത്രമല്ല ലാഭിക്കുന്നത്, നമ്മുടെ ആരോഗ്യവും മെച്ചമാവും. തീർച്ചയായും ഈ പറയുന്നത് പോലെ എന്താ പറയുക, അജൈവ മാലിന്യത്തിൻ്റെ തോത് വളരെ കുറച്ചാൽ തന്നെ അത് ദൂരവ്യാപകമായ ഗുണങ്ങളുണ്ടാക്കും. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് മനുഷ്യന് ബോധമുണ്ടാകട്ടെ എന്ന് വിചാരിക്കാൻ മാത്രമേ. മനുഷ്യന്റെ മാലിന്യം, വ്യക്തിയുടെ മാലിന്യം ഒരു സാമൂഹ്യ പ്രശ്നമായി തീരുന്നത് ഒരു വലിയ ലജ്ജാകരമാണ്. നാണക്കേടാണ്. തീർച്ചയായിട്ടും.